എസ്ഡിപിയുടെ പ്രവർത്തകർക്കും എസ്ഡിപി കൗൺസിലർമാർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് കൗൺസിലർമാരുടെ യോഗം കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ് എസ്ഡിപിയുടെ കൗൺസിലർമാർ. നമുക്കറിയാം, തീർത്തും നീതിയില്ലാത്ത രീതിയിൽ ഇവിടുത്തെ മുസ്ലിം ലീഗ് ഭരണം, മുസ്ലിം ലീഗ് നേതാവിൻ്റെ അനധികൃത കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഹൈക്കോടതി കേസ് നിലനിൽക്കെ തന്നെ അദ്ദേഹത്തെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ അഭിഭാഷകരായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഈ കൗൺസിൽ യോഗത്തിൽ ഇവർ പാസ്സാക്കിയത്. അതിന് ബഹുമാന്യനായ ചെയർമാൻ പറയുന്നത് അദ്ദേഹം മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് മാത്രമാണ് ഇത് ഞങ്ങൾ അദ്ദേഹത്തെ എടുത്തതെന്നാണ്. ഇതെൻ്റെ പ്രിയപ്പെട്ട ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ UDF സംവിധാനത്തിൽ അധികാരം ഏറ്റിട്ട് 6 മാസം കഴിഞ്ഞതിന് 6 മാസം ആകുമ്പോഴേക്കും ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും മണികളെയും കുത്തിത്തിരുകിക്കൊണ്ട് ഈ നാട്ടിൽ ഒരു വികസനവും ഇല്ലാത്ത രീതിയിൽ വികസന മുരടിപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗ് നേതാക്കന്മാരും അവരുടെ അനുയായികളും കൈയിട്ട് വാരുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 11ാം ഡിവിഷനിൽ സജിമീൻ ഷിയാസ് ഉൾപ്പെടെയുള്ള എസ്ഡിപിയുടെ കൗൺസിലർമാർ അവിടെ ആശാവർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർഹതയില്ലാത്ത ലീഗുകാരെ തള്ളിക്കയറ്റിക്കൊണ്ടുള്ള നിയമനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഈ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15,000 രൂപ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർക്ക് ഫണ്ട് കൊടുക്കുകയും അത് 15,000ന്റെ ബൗച്ചർ നൽകിക്കൊണ്ട് 10,000 രൂപ നിങ്ങൾക്ക് തരുവുള്ളൂ എന്ന് പറയുന്ന ഒരു ചെയർമാനാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലോട്ട് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടിക്ക് പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ട് ഈ ഭരണസമിതിയെ താഴെ ഇറക്കും വിധം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി SDP സമരമുഖത്ത് കാണുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് SDP, ജയ് സോഷ്യൽ ഡെമോക്രസി. ഇടതുപക്ഷ കൗൺസിലർമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയം, ഈരാറ്റുപേട്ട നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി ശ്രീ അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് വ്യക്തമായ മുനിസിപ്പൽ സെക്രട്ടറിയുടെ 13/2/2025 അദ്ദേഹം മുനിസിപ്പൽ സെക്രട്ടറി ഈ വൈറ്റ് കാസിൽ എന്ന് പറയുന്ന ബിൽഡിംഗ് 3ാം നിലയും 4ാം നിലയും അധികമായി നിർമ്മിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞു. അത് നിലവിൽ പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. ഈ ബിൽഡിങ്ങിന്റെ ഓണറായി, നിലവിൽ ആ ബിൽഡിങ്ങിന്റെ ഓണറായിരുന്ന ശ്രീ കൊന്താലി ഖാൻ എന്ന് പറയുന്ന ആളുകൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനായ അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനാണ് അന്ന് ആ നോട്ടീസ് കൈപ്പറ്റിയത്. അദ്ദേഹത്തെ തന്നെ പിന്നെയും ഈരാറ്റുപേട്ട നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി തീരുമാനിക്കാനുള്ള ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഈ അജണ്ട വന്നു. ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ പൂർവാധികം ശക്തിയോടുകൂടി ആ അജണ്ടയെ വിയോജനം രേഖപ്പെടുത്തി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞങ്ങൾ അജണ്ടയ്ക്ക് കൗൺസിലിന് ശേഷം നിലവിൽ നിങ്ങൾ കാണുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന ഒരു നിലപാടെന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഈരാറ്റുപേട്ട നഗരസഭ ഭരണസമിതി അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ പൊതുജനങ്ങളും, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇത് കാണണമെന്നും ഈരാറ്റുപേട്ടയിലെ നഗരസഭകളിൽ നിന്നും പെർമിറ്റ് എടുത്തു, ഒരു ബിൽഡിങ്ങിന് പെർമിറ്റ് എടുത്തതിന് ശേഷം മുകളിലേക്ക് 3-4 നിലകൾ കെട്ടിപ്പണിത് അവിടെ നിന്നുള്ള സമ്പത്തുണ്ടാക്കുന്ന ഒരു സ്ഥിതി, അത് ശരിയായ നിലപാടല്ല. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഇതിനു മുമ്പേ എതിർക്കേണ്ട പഴയ ലീഗിന്റെ ഭരണസമിതിയൊക്കെ ചെയ്തു വെച്ച കുറെ കുറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈരാറ്റുപേട്ട നഗരസഭ നികുതി ഇല്ലാത്ത ഒരു നഗരസഭയായി നിൽക്കുന്നത്. നികുതി വരുമാനം ഉണ്ട്, എന്നാൽ പോലും വലിയൊരു നികുതി വരുമാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ ഇങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് എങ്ങനെ നഗരസഭയ്ക്ക് നികുതി ലഭിക്കും? അപ്പോൾ അത്തരത്തിലുള്ള ഈ തീരുമാനത്തിൽ നിന്നും ഭരണസമിതി പിന്മാറണം. ഇത് പിന്മാറാത്ത പക്ഷം ഇതിന്റെ ശക്തമായ പ്രതിഷേധമായി ഇപ്പം ഞങ്ങൾ പാർലമെന്റ് പാർട്ടി ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഈരാറ്റുപേട്ടയിലെ പൊതുജനങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നഗരസഭയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ശക്തമായ പ്രതിരോധവും തീർക്കുന്നതിന് വേണ്ടിയുള്ള പെടകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും ദിവസങ്ങളിൽ വരും എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്.